എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. സോസുകളൊന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഓട്സ് വെച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും കൊളസ്ട്രോളും ഷുഗറും അതുപോലെ തന്നെ PCOD തൈറോയിഡിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഓട്സ് സൂപ്പ്. വെയിറ്റ് ലോസിനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ ഓട്സ് സൂപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഹോൾ ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. കോക്കേഴ്സിൻ്റെ ഹോൾ ഓട്സ് വെച്ചിട്ടാണ് ഈ ഒരു സൂപ്പ് തയ്യാറാക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഓട്സിനേക്കാളും എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ളത് ഹോൾ ഓട്സ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് ഹോൾ ഓട്സ് അഥവാ റോൾഡ് ഓട്സ് എന്ന് പറയുന്നത്. ഓട്സ് കഴിക്കുന്നതുകൊണ്ട് തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിതിപ്പോൾ 1/3 കപ്പാണ് ഈ റോൾഡ് ഓട്സ് അഥവാ ഹോൾ ഓട്സ് എടുത്തിരിക്കുന്നത്. അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ കഴുകി എടുക്കുന്നതിന് വേണ്ടി ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് സൂപ്പിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ഞാനിപ്പോൾ 2 ലീഫ് ക്യാബേജിൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഗ്രീൻ ക്യാപ്സിക്കമാണ്. പിന്നെ എടുത്തിരിക്കുന്നത് ക്യാരറ്റാണ്. അതുപോലെ തന്നെ ഒരു സവാള എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ബ്രക്കോളിയാണ്. 3 പീസ് ബ്രക്കോളി എടുത്തിട്ടുണ്ട്. ഉപ്പിട്ട വെള്ളത്തിലൊന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിതെല്ലാം പച്ചവെള്ളത്തിലൊന്നും കൂടി ഒന്ന് കഴുകിയെടുത്തിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. എപ്പോഴും വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചെറിയ പീസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് വെച്ചിട്ടാണ് നമ്മൾ ഓട്സ് വെജിറ്റബിൾ സൂപ്പ് തയ്യാറാക്കുന്നത്. അങ്ങനെ സൂപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു സ്റ്റീലിൻ്റെ പോട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതുപോലെ അടികട്ടിയുള്ള കുഴിയുള്ള പാത്രമോ അതല്ലെങ്കിൽ വോക്ക് പാനോ സൂപ്പ് തയ്യാറാക്കാൻ വേണ്ടി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് പാനിലേക്ക് ബട്ടറാണ് ചേർക്കുന്നത്. ഇത് ഞാൻ അൺസാൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നത്. ഇതിന് പകരമായിട്ട് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഒലിവ് ഓയിൽ ചേർത്താലും മതി. ബട്ടർ മെൽറ്റാവുന്ന സമയത്ത് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർക്കാം. ഇതൊരു 1.5 ടേബിൾ സ്പൂണാണ് വെളുത്തുള്ളി ചേർക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള സവാളയാണ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് കല്ലുപ്പാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇന്ദുപ്പുണ്ടെങ്കിൽ ഇന്ദുപ്പ് ചേർക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇനി നമുക്ക് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ബട്ടറിലൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ സോൾട്ടഡ് ബട്ടറാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ. ജസ്റ്റ് ഒന്ന് സോട്ടായി കിട്ടിയാൽ മതി. അതിനകത്ത് സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ബ്രൗൺ നിറമൊന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വഴണ്ടി വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഓട്സാണ് ചേർക്കേണ്ടത്. കഴിയുന്നതും ഓട്സ് കഴിക്കുമ്പോൾ ഇതുപോലത്തെ ഹോൾ ഓട്സോ അല്ലെങ്കിൽ റോൾഡ് ഓട്സോ ആണ് കഴിക്കേണ്ടത്. അതുപോലെ തന്നെ ഓട്സ് എപ്പോഴും കഴിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ കുതിർത്തിട്ട് കഴിക്കുന്നത് അതല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കുന്നതാണ് ശരീരത്തിന് കുറച്ചും കൂടി നല്ലത്. ഇനി ഓട്സ് നമുക്ക് ബട്ടറിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. PCOD ഉള്ളവർക്കോ അതല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ളവർക്കും തൈറോയ്ഡ് ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൂപ്പാണ് ഈ ഓട്സ് സൂപ്പ്. എപ്പോഴും സാധാരണ നമ്മൾ ഓട്സൊക്കെ പാലിലൊന്ന് വേവിച്ച് പാൽക്കഞ്ഞി പോലെയൊക്കെയാണ് കഴിക്കാറുള്ളത്. പക്ഷേ ഇതുപോലെ കഴിക്കുകയാണെങ്കിൽ വെജിറ്റബിൾസും കൂടി ചേർത്ത് കഴിക്കുന്നതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്. പ്രത്യേകിച്ചും പ്രായമായവർക്കൊക്കെ ഭക്ഷണങ്ങൾ പലതും കഴിക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഓട്സ് കൊണ്ടൊക്കെ സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് പ്രായമായവർക്ക് പോലെ ഡൈജഷനൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മുടെ ഓട്സൊക്കെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടി ഒന്ന് ആഡ് ചെയ്യാം. എപ്പോഴും ഓട്സ് ഇതുപോലെ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ചേർക്കാം. ഞാൻ ആദ്യം ചേർക്കുന്നത് ക്യാരറ്റാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാബേജാണ്. പൊടിയായി അരിഞ്ഞിട്ടുള്ള ബ്രക്കോളി ചേർക്കാം. ഇപ്പോൾ ബ്രക്കോളി കിട്ടിയില്ലെങ്കിൽ കോളിഫ്ലവർ ചേർത്താലും മതി. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ക്യാപ്സിക്കാണ്. ഞാനിപ്പോൾ ഗ്രീൻ കളറിലുള്ള ക്യാപ്സിക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് സ്വീറ്റ് കോണാണ്. ഒരു നേരമെങ്കിലും ഇതുപോലെ കളർഫുള്ളായിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും കൂടി ചേർത്ത് കഴിക്കുന്നത് വളരെ ഹെൽത്തിന് നല്ലതാണ്. എല്ലാറ്റിൻ്റെ വൈറ്റമിൻസും മിനറൽസും ഒക്കെ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം വേണ്ടതാണ്. ഇനി ജസ്റ്റ് നമുക്ക് ഇതൊന്ന് ബട്ടറിലൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഓട്സും
വെജിറ്റബിൾസുമായിട്ട് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം ചേർക്കാം. എപ്പോഴും ചൂട് വെള്ളം വേണം ചേർക്കാൻ. ഞാനിതിലേക്ക് ഒരു 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. അതിനുശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഓട്സ് കഴിക്കുന്നതുകൊണ്ട് തന്നെ കുടവയറൊക്കെ ഒന്ന് കുറയുന്നതിന് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ നമ്മുടെ ഗട്ട് ഹെൽത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഇതുപോലൊരു ഓട്സ് വെച്ചിട്ടുള്ള സൂപ്പ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർക്കാം. ഒരു 1/2 തൊട്ട് 3/4 ടീസ്പൂൺ വരെ ഓരോരുത്തർ അവരവരുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു പച്ചമുളക് കട്ട് ചെയ്തും കൂടി ഒന്ന് ചേർക്കുന്നുണ്ട്. എൻ്റെ ഈ പച്ചമുളകിന് അത്ര എരിവൊന്നും ഉള്ളതല്ല. അതുപോലെ സൂപ്പിലൊക്കെ ചേർക്കുന്നതാണ് സെലറി. ഞാനിത് ചേർക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുമ്പോൾ തന്നെ ചേർക്കാവുന്നതാണ്. ഇനി വെജിറ്റബിൾസും അതുപോലെ തന്നെ ഓട്സൊക്കെ നന്നായി തിളച്ച് വരുന്നവരെയാണ് വെയിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഓട്സും വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഓട്സ് ഇരിക്കും തോറും തിക്കായി വരുന്നതാണ്. അതുപോലെ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇറ്റാലിയൻ സീസണിങ് ചേർക്കാം. അതുപോലെ ജീര പൗഡർ ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. ഓട്സ് സൂപ്പിന് നല്ലൊരു ഫ്ലേവർ തരാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്താ നമ്മുടെ സൂപ്പൊക്കെ ചെറുതായിട്ടൊന്ന് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും അതുപോലെ തന്നെ എരിവൊക്കെ കറക്റ്റ് തന്നെയാണോ എന്നുള്ളത് നോക്കാം. എന്താ നമ്മുടെ സൂപ്പൊക്കെ വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ സൂപ്പ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്തപ്പോൾ കറക്റ്റ് തന്നെയാണ്. ഇനി ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഏറ്റവും മുകളിലായിട്ട് ഞാൻ കുറച്ച് പെപ്പർ പൗഡറും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ സെർവ് ചെയ്യുന്ന സമയത്താണ് ലെമൺ ജ്യൂസ് ചേർക്കേണ്ടത്. ഞാനിവിടെ ഗാർണിഷ് ചെയ്യുന്നത് സ്പ്രിംഗ് ഓണിയൻ വെച്ചിട്ടാണ്. എന്താ നമ്മുടെ ഓട്സ് സൂപ്പാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എന്താ ഞാനൊരു സെർവിങ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓട്സ് സൂപ്പ് സെർവ് ചെയ്യാം. അപ്പോൾ വെജിറ്റബിൾസും അതുപോലെ തന്നെ ഓട്സും എല്ലാം അടങ്ങിയത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ഡിന്നർ സമയത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൂപ്പാണിത്. ഇപ്പോൾ വിൻ്റർ സമയമൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ഓട്സ് സൂപ്പൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഇത് ഇരിക്കും തോറും തിക്കാവുന്നതാണ്. ചൂടോടുകൂടി തന്നെയാണ് സെർവ് ചെയ്യേണ്ടത്. എന്താ ഞാൻ സെർവിങ് ബൗളിലേക്ക് സൂപ്പൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അല്പം ലെമൺ ജ്യൂസ് ഒന്ന് പിഴിഞ്ഞേർക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ പുളിക്കനുസരിച്ച് ചേർത്താൽ മതി. ഒരു 1/2 തൊട്ട് 3/4 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാവുന്നതാണ്. ലെമൺ ജ്യൂസ് എപ്പോഴും കഴിക്കേണ്ട ആ സമയത്ത് മാത്രമാണ് ചേർക്കാൻ പാടുള്ളൂ. അങ്ങനെ എന്താ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് സൂപ്പാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.